ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ടതുണ്ടോ, ആ കാശിന് ഒരു പോഷ ബോക്സർ യൂസർ വാങ്ങിയാൽ പോരെ, അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരോട് എന്താ പറയുള്ളത്? ഒന്ന് കാലം എടുത്തിട്ട് സംസാരിക്കാം. നമസ്കാരം. ഒരു വണ്ടി വരുന്നെന്ന് കേൾക്കുക, 150 നമ്പറേ ഉള്ളൂ എന്ന് കേൾക്കുക. അത് വരുന്നതിൻ്റെ മുന്നേ ബുക്കിംഗ് തീരുക, അത് വാങ്ങാൻ ആളുകൾ ഇങ്ങനെ ക്യൂ നിൽക്കുക, അത് കാണാൻ ആളുകൾ കൊതിക്കുക. അത് ചില കാറുകൾക്ക് മാത്രം കിട്ടുന്ന ഒരു പ്രിവിലേജാണ്. അതിന് കുറേ കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ലെഗസിയാണ്, മറ്റൊന്ന് പേരാണ്. ഞാൻ സംസാരിക്കുന്നത് ഫോക്സ്വാഗൺ ഗോൾഫിനെ കുറിച്ചാണ്, ഗോൾഫ് GTയെ കുറിച്ചാണ്. MK1 മുതൽ MK 8.5 വരെയുള്ള മോഡലുകളുള്ള ആ വണ്ടിയുടെ ഏറ്റവും പുതിയ MK 8.5 എന്നുള്ള UK ബേസ്ഡ് അല്ലെങ്കിൽ UK സ്പെക്ഡ് വണ്ടിയായിട്ടുള്ള ഈ വണ്ടിയെക്കുറിച്ചാണ്. ഇതിന് ഇന്ത്യയിലേക്ക് വരുന്ന വഴി എന്ന് പറയുന്നത് CBR കംപ്ലീറ്റ് ബിൽറ്റ് യൂണിറ്റ്. അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ഹോട്ട് ഹാച്ചാണിത്. തീർത്തും ഹോട്ട് ഹാച്ച് എന്ന് വിളിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ പ്രത്യേകതകൾ പറയാം, ഇതെടുത്ത് ഓടിക്കാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, ഈ വണ്ടിക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നിട്ടുണ്ടോ? ശരിക്കും പറഞ്ഞിട്ടുണ്ട്. വാഹന പ്രേമികൾ 5 ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യയിലേക്ക് വരുമോ ഇല്ലയോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് ഗോൾഫ്. MK1 മുതൽ MK 8 വരെയുള്ള മോഡലുകൾ നമുക്ക് കിട്ടിയില്ല. MK 8.5 എന്ന് പറയുന്നത്, മാർക്ക് 8.5 എന്ന് പറയുന്ന ഈ ഒരു വണ്ടി, ഇത് നമുക്ക് കിട്ടിയത് ഈ ഒരു വർഷമാണ്. അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. 150 വണ്ടികളാണ് ആദ്യം വന്നത്, 100 കൂടി വരുന്നു എന്ന് പറയുന്നു. CBR റൂട്ടിലാണ്, അത്യാവശ്യം പ്രൈസിയാണ്. ഓക്കെ, ഹോട്ട് ഹാച്ചുകളുടെ പ്രൈസിൻ്റെ കാര്യം എടുത്താൽ മെഴ്സീഡീസ് ബെൻസിൻ്റെ A45 AMG ഉണ്ട്, 1 കോടി രൂപയുടെ ആ ഒരു അറ്റത്തുള്ള വണ്ടികൾ. കൂടാതെ മിനി കൂപ്പർ ഉണ്ട്, അങ്ങനെയുള്ള വണ്ടികളുണ്ട്. പക്ഷേ ആ വണ്ടികൾക്കൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ഗോൾഫ് GTയ്ക്ക് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ ലക്ഷ്മി തിയേറ്ററിലാണ്. ഇവിടെ എന്താണ് നിൽക്കുന്നതെന്നും എന്തിനാണ് വന്നതെന്നും നിങ്ങൾക്ക് മനസ്സിലായി കാണും. അത് ഈ വണ്ടിക്ക് വേണ്ടിയാണ്. ഇത് ആരുടെ വണ്ടിയാണെന്നും ഈ തിയേറ്ററുമായിട്ട് ഈ വണ്ടികളുടെ ബന്ധമൊക്കെ ഞാൻ വഴിയെ പറയാം. എന്തായാലും ഗോൾഫിന് വേണ്ടി നമ്മൾ കാത്തിരുന്നു പറയുമ്പോൾ നിങ്ങൾക്കറിയോ, 1980കളിൽ ഇപ്പോൾ മാരുതി വന്നപ്പോൾ, അല്ലെങ്കിൽ മാരുതി കാറ് ഇന്ത്യയെ കാറുകളുടേതായിട്ടുള്ള ഒരു ലോകം ഇന്ത്യക്ക് നൽകിയപ്പോൾ, ആ സമയത്ത് ഫോക്സ്വാഗൺ ഒരു ബിഡ് ഈ ഗോൾഫിന് അല്ലെങ്കിൽ ഗോൾഫിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. GTയ്ക്കല്ല, ഗോൾഫിന്. പക്ഷെ അത് പിന്നീട് ടേക്ക് ഓഫ് ആയില്ല. അതിന് പല കാരണങ്ങളുണ്ട്. എന്നിരുന്നാലും അന്ന് 74 വന്ന ഗോൾഫിന് GTA അവതാരം കിട്ടുന്ന 76ലാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് 5 ദശാബ്ദങ്ങൾ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഈ വണ്ടിക്ക് എന്താണ് പ്രത്യേകതകളെന്ന് നടന്ന് പറയാം. അതായത് മുൻഭാഗം, വശങ്ങൾ, പിൻഭാഗം എല്ലാം പറയാം. എന്നിട്ട് അകത്ത് കയറി അകത്തെ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് വണ്ടി റോട്ടിലേക്ക് എടുത്തിട്ട് ഓടിക്കാം. ഇന്ത്യയിലെത്തിയ ഗോൾഫിന് നമ്മൾ മുന്നേ കണ്ട ഗോൾഫുമായിട്ട് ചെറിയൊരു വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളിലേക്ക് വരുന്നതിന് മുന്നേ എനിക്ക് ഗോൾഫുമായിട്ടൊരു ബന്ധം പറയാം. ഞാൻ ജർമ്മനിയിലെ ഓട്ടോബാനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു വണ്ടി എന്ന് പറയുന്നത് ഗോൾഫാണ്. ഓക്കെ, എല്ലാവർക്കും ഗോൾഫുമായിട്ട് ചില മെമ്മറികൾ ഉണ്ടാവും. ഗോൾഫ് ആഗ്രഹിച്ച ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഗോൾഫ് വേണമെന്ന് ആഗ്രഹിച്ച ആളുകൾക്ക് ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല, കാരണം നമ്പേഴ്സ് കുറവാണല്ലോ. എന്തായാലും ഈ വണ്ടി ഇവരിവിടെ ഒരു ഡ്രൈവ് നടത്തിയപ്പോൾ അത് നാട്രാക്സാണ് നടത്തിയത്. അതിന് റോട്ടും കൂടെ ഓടിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരം കിട്ടിയിട്ടില്ല. നമുക്ക് ആ ഒരു വീഡിയോസിന് വിരുദ്ധമായിട്ട് നമ്മൾ നിരത്തിലിറക്കിയിട്ടുള്ള വണ്ടിയാണ്. ഇവിടെ ഇത് ഉപയോഗിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ കൂടിയുള്ള സാഹചര്യങ്ങളുണ്ട്. ഓക്കെ, ഈ റെഡ് ലൈൻ കണ്ടോ? ഈ ലൈൻ എന്ന് പറയുന്നത് ഗോൾഫ് GTയുടെ തനതായിട്ടുള്ള ആ ഒരു ലൈനാണ്. മാത്രമല്ല ലൈറ്റപ്പ് ചെയ്യുന്ന ലോഗോ ഈ വണ്ടിക്കുണ്ട്. കൂടാതെ LED ഹെഡ് ലാംപ്സാണ്. ഇവിടെ കാണുന്ന ഈ 4 പീസുകളിലെ ആ ഹെക്സഗോണലിനകത്ത് അത് ഫോഗ് ലാമ്പാണ്. ഈ ബമ്പറിൻ്റെ ഡിസൈൻ കണ്ടോ? ഒരിത്തിരി ഓവർ ഡൺ ആയിട്ട് തോന്നുമെങ്കിലും സ്ട്രീറ്റ് പ്രസൻസിന് അത് സഹായിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ പോലുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ, അത്യാവശ്യം വേണ്ടുന്ന സവിശേഷതകളൊക്കെ ഉള്ള വണ്ടിയാണ്. കാരണം 54 ലക്ഷം രൂപയോളം എക്സ്ഷോറൂം പ്രൈസ് വരുന്ന ഒരു വണ്ടിക്ക് അതിൻ്റേതായിട്ടുള്ള സവിശേഷതകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത് UK സ്പെക്ക് ആയിട്ടുള്ള ഗോൾഫ് GT ആണ്. അത് ഇന്ത്യയിലേക്ക് CBR റൂട്ടിൽ വന്നിരിക്കുന്നതാണ്. ബോണറ്റിന് മുകളിൽ ക്രീസിംഗ് ഉണ്ട്, ലൈൻസ് ഉണ്ട്, ഭംഗിയുള്ളൊരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള ലൈൻ നമുക്ക് ഫ്രണ്ട് കാണാം. വലിയ ഗ്ലാസ് ഏരിയ ആണ്. മുകളിൽ ബ്ലാക്ക് റൂഫും സൺ റൂഫും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കിയേ, ഇത് എത്രയാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഞാൻ എന്തായാലും അത് വഴി പറയാം. ഗോൾഫ് GTI ഒരു ചെറിയ കാറെന്നല്ല, 4289 മില്ലിമീറ്ററോളം നീളമുണ്ട് ഇതിന്. ഇതിൻ്റെ അലോയ് വീൽ ഡിസൈൻ നോക്കിയേ. ഈ അലോയ് വീൽ ഡിസൈൻ എന്ന് പറയുന്നത് MK 8 വ്യത്യാസമായിട്ട് കാണാവുന്നതാണ്. പിന്നെ ഒരു ബ്ലാക്ക് ഇൻസേർട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് പീസ് കൂടെ കൊടുത്തിട്ടുണ്ട്. GTI അഥവാ ഗ്രാൻഡ് ടൂറിസ്മോ ഇഞ്ചക്ഷൻ എന്നുള്ള ബാഡ്ജിൻ്റെ ഷോർട്ട് ഫോം നമുക്ക് വശങ്ങളിൽ കാണാം. പിന്നെ ആ മിറർ കണ്ടോ? ഫോക്സ്വാഗണിൻ്റെ മിററാണ്, ഇത്തിരി ചെറുതാണ്. ഈ ഡോറുകൾ, അതായത് ഇതൊരു 5 ഡോർ വണ്ടിയാണ്, 4 ഡോറും ബൂട്ടും. അങ്ങനെ പറയുമ്പോൾ ശരിക്കും ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ തീർത്തും ഭംഗിയുണ്ടെന്ന് പറയാം. കാണാനായിട്ട് നല്ല കൗതുകമുണ്ട് എന്ന് തന്നെ പറയാം.
മുന്നിൽ ഡിസ്ക് ബ്രേക്കുകളുണ്ട്, പിന്നിലെ ഡിസ്ക് കാലിപ്പറിന് അവർ ആ ഒരു ചുവന്ന നിറം കൊടുത്തിരുന്നുണ്ടോ. ഈ വണ്ടി സ്റ്റാഗേർഡ് സെറ്റപ്പും അല്ലാതെ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. മാത്രമല്ല അഡാസ് ലെവൽ 2 ഉണ്ട്, മുന്നിൽ റഡാർ ഉണ്ട്, അഡാസ് ക്യാമറ ഉണ്ട്. അതായത് സവിശേഷതകളുടെ സമ്പന്നതയല്ല, ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ് ശരിക്കും ഗോൾഫ് GTAയിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗോൾഫ് GTAയ്ക്ക് പിന്നിലും LED ലൈറ്റുകളാണ്. കൂടാതെ ഗ്ലാസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, ഫോക്സ് വാഗൻ്റെ തനതായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഡോർ ഹാൻഡിൽ തന്നെയാണ് ക്യാമറ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. താഴെ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ വണ്ടിയിൽ GTA എന്നുള്ള ബാഡ്ജ് നിങ്ങൾക്ക് ഇവിടെ പിന്നിൽ കാണാം. പക്ഷേ ഗോൾഫ് എന്നുള്ള ബാഡ്ജ് ഒരു ഒറ്റയിടത്തെ കാണുള്ളൂ, അതവിടെ ഞാൻ പറയാം. പിന്നെ ഈ വണ്ടിക്ക് ഇതിൻ്റെ 2 എക്സോസ്റ്റ് പൈപ്പുകളിലൂടെ വരുന്ന കഠോരമായിട്ടുള്ള നാദമല്ല, തീർത്തും രസമുള്ള എക്സോസ്റ്റ് നോട്ടാണ്. ടേക്ക് എ ലിസൺ. ഗോൾഫ് GTAയുടെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 380 ലിറ്ററാണ്. സ്പെയർ വീലില്ല, പകരം പഞ്ചഗിരി ടൂൾസൊക്കെ കാണാം. അകത്തുനിന്ന് ഉള്ളിലേക്ക് കൈയിട്ട് സംഗതികളെടുക്കാനുള്ള ഒരു ചെറിയ സൂത്രം നമ്മൾ 6 ലൈനിൽ കണ്ടേ ടിഗ്വാൻ്റെ, അത് ഇതിനകത്തും കാണാം. പിന്നെ പാർട്സ് സെൽഫുണ്ട്, 3 ഹെഡ് റെസ്റ്റുകളും 3 പ്രോപ്പർ സീറ്റ് ബെൽറ്റുള്ള വണ്ടി, 7 എയർ ബാഗുകളും, ആവശ്യം വേണ്ടുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചറുള്ള വണ്ടിയാണ്. അത് 5 സ്റ്റാർ വണ്ടിയാണ് ഗോൾഫ് GTA എന്നുള്ളത് പറയാനില്ലല്ലോ. ഈ ഗോൾഫ് GTAയിൽ ഇവ 888 എന്ന ഫാമിലിയിലെ ഇവോ 4 എഞ്ചിനാണുള്ളത്. ഇത് MK 8.5 ആണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിന് 261 ഹോഴ്സ് പവർ ഉണ്ട്. കൂടാതെ 370 ന്യൂട്ടൺ മീറ്റർ ടോർക്കുണ്ട്. ഓക്കെ, ഇതിനകത്തുള്ള DQ 200 ഗിയർ ബോക്സാണ് DSG. അതിനകത്ത് 250 ന്യൂട്ടൺ മീറ്റർ ലിമിറ്റ് ഉണ്ട്. 370 എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ ഗിയർ ബോക്സിനെ അവർ DQ 200E എന്നാണ് വിളിക്കുന്നത്. അതായത് കുറച്ചും കൂടി കൂടിയ ടോർക്ക് റേറ്റിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. കൂടാതെ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഫ്രണ്ട് വീൽ ഡ്രൈവിൻ്റെ കൂടെ ഇലക്ട്രോണിക് ഡിഫ്ലോക്ക് ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രോണിക് ഡിഫ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ലോഞ്ച് കൺട്രോൾ പോലുള്ള കാര്യങ്ങളുണ്ട്. ശരിക്കും കേട്ടാൽ കിളിയുക ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്. 179 bhp per ടൺ ആണ് ഇതിൻ്റെ പവർ ടു വെയിറ്റ് റേഷ്യോ. കൂടാതെ ടോർക്ക് വെയിറ്റ് റേഷ്യോ അത് ഏറെക്കുറെ 257 ന്യൂട്രൺ മീറ്റർ പെർ ടൺ ആണ്. അതുകൊണ്ട് തന്നെ 0 to 100 എന്ന് പറയുന്നത് അത്യാവശ്യം വേഗം എത്തുന്ന ഒരു വണ്ടിയാണ്. ലേറ്റസ്റ്റ് 5-ലെത്തുന്ന ഒരു വണ്ടിയാണ് ഈ ഒരു ഗോൾഫ് GTI എന്നുള്ളതാണ്. അപ്പോൾ തുടങ്ങുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു പോയിന്റിലാണ്. 136 മില്ലിമീറ്റർ ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൻ്റെ ക്ലോത്ത് അൽക്കൻഡാര കൂടി ചേർന്ന സീറ്റ്. ഈ സീറ്റിന് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ല, വെന്റിലേറ്റർ ഫംഗ്ഷൻ ഇല്ല, ഹീറ്റ് ഫംഗ്ഷൻ ഉണ്ട്, ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ്, GTI ബാഡ്ജിങ് ഉണ്ട്. ഓക്കെ, നമ്മൾ ടിഗ്വാൻ 6 ലൈനിൽ കണ്ട കാര്യങ്ങളുടെ കുറച്ച് സാമ്യതകൾ ഈ വണ്ടി കാണാം. ഈ കോക്പിറ്റ് എന്ന് പറയുന്നത് ഡ്രൈവറിലേക്ക് ചെരിഞ്ഞിരിക്കുന്ന വിധത്തിലാണ്. ആ സ്ക്രീൻ എന്ന് പറയുന്നത് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, AC യുടെ കൺട്രോൾസ് എല്ലാം അതിനകത്താണ്. പക്ഷേ ചെറിയ ഷോർട്ട് കട്ടുകൾ താഴെ കൊടുത്തിട്ട് ക്ലൈമറ്റ് അസിസ്റ്റ് മെനു മോഡ് എന്നുള്ള ആ ഒരു ബട്ടൺസ് കൊടുത്തേക്കുന്നത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് കാണാം. ഈ വണ്ടി 8.5 MK 8.5 ആയപ്പോൾ വന്ന മാറ്റങ്ങൾ അലോയിലും സ്ക്രീനുകളൊക്കെ തന്നെ പെടും. വിർച്വൽ കോക്പിറ്റ് ഉണ്ട്. ഈ ഗോൾഫ് ബോളിൻ്റെ പാറ്റേണോട് കൂടിയ ഈ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ നല്ലതാണ്. താഴത്ത് ഫ്ലാറ്റ് ബോട്ടം തന്നെയാണ്. ഓക്കെ, റീച്ചും ടിൽറ്റും അഡ്ജസ്റ്റ് ചെയ്യുന്ന സ്റ്റിയറിംഗ് ആണ്. ഇതിന് ഫംഗ്ഷനാണ് കൂടുതൽ, ഫോം അല്ല എന്നുള്ളത് പറയാം. അൽക്കൻഡാര കുറച്ച് ഡോർ പാഡിലും കാണാം, വലിയ ഡോർ പാഡാണ്. ഡോർ പാഡിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, സ്പീക്കർ സിസ്റ്റം ഉണ്ട്. പിന്നെ ഈ വണ്ടിക്ക് വലിയൊരു സൺറൂഫ് മോഡ് കാണാം. പനോരമിക് അല്ല, എന്നാലും വലിയ സൺറൂഫാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തിരിക്കും അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് എന്ന് കാണേണ്ടതാണ്. ഈ സെൻട്രൽ കൺസോളിൽ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടണും പാർക്ക് ബട്ടണും കൂടാതെ ഗിയർ ലിവറും, ചെറിയൊരു ഗിയർ ലിവറാണ്. ഗെറ്റിംഗ് യൂസ് ഈസിയാണ്, എളുപ്പമാണ് അത് യൂസ് ചെയ്യാനായിട്ട്. താഴെ ഇലക്ട്രിക് പാർക്ക് ബ്രേക്കും ഓട്ടോ ഹോളിൻ്റെ ബട്ടണും കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ ഗോൾഫ് എന്നുള്ള ബാഡ്ജ് കാണുന്നത് ഈ വണ്ടിക്കകത്താണ്. ഈ ഇൻഡക്ഷൻ ചാർജറിൻ്റെ തൊട്ട് മുന്നിലായിട്ട് അങ്ങനെ ഗോൾഫ് എന്നുള്ള ഒരു ലെറ്ററിംഗ് ഉണ്ട്. C പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. കൂടാതെ ഒരു 12 വോൾട്ട് സോക്കറ്റ് കൂടി കാണാം. ഈ വണ്ടിക്കകത്ത് ഇരിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അഗ്രസീവ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് അങ്ങനെ ഓടിക്കുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ കാർപ്പറ്റ് ആണെങ്കിലും സ്പോർട്ടി പെഡൽസ് ആണെങ്കിലും ഈ സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു പൊസിഷൻ ആണെങ്കിലും AC വെൻറ്റിൻ്റെ ആ ഒരു ഡിസൈൻ ആണെങ്കിലും എല്ലാം മികച്ചതാണെന്ന് കാണാം. ഇവിടെ കൊടുത്തുള്ള ഈ കാർബൺ ഫൈബറിനോട് സാമ്യമുള്ള ഡിസൈൻ, ഉള്ളിലൂടെ പോകുന്ന റെഡ് ലൈൻ എല്ലാം വണ്ടിക്ക് അഴക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മിറർ ഫ്രെയിംലെസ് ആണ്. ഈ ലൈറ്റുകൾ പ്രീമിയമാണ്. ഹെഡ് ലൈനർ ബ്ലാക്ക് ആണ്. കൂടാതെ ഈ സൺവൈസറുകളിൽ മിററും ലൈറ്റും എല്ലാം ഉണ്ട് എന്നുള്ളത് പറയാം. ഇവിടെ കണ്ട ഷോർട്ട് കട്ട് പോലെ സ്റ്റിയറിങ്ങിന് അപ്പുറത്തും ഒരു ഷോർട്ട് കട്ട് ബാർ ഉണ്ട്. ലൈറ്റുകളുടേതാണത്. റിയർ ഫ്രണ്ട് ഡിഫോഗറും അതിനകത്താണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ വണ്ടിയുടെ ഈ സ്ക്രീൻ വെച്ചേക്കുന്നത് ഒരു ഇത്തിരി ചേച്ചിട്ടാണ് ഞാൻ പറഞ്ഞു. 12.9 ഇഞ്ച് സ്ക്രീനാണ്. ഈ സ്ക്രീൻ ഒരു ഇത്തിരി ലാഗിയാണെന്ന് ഞാൻ ചിലയിടത്തൊക്കെ വായിച്ചു. പക്ഷേ എനിക്കങ്ങനെ വലിയ ലാഗായിട്ട് തോന്നിയില്ല. ഓക്കെ, മെഴ്സീഡീസ് ബെൻസിൻ്റെ അല്ലെങ്കിൽ BMW അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള മറ്റു വണ്ടികളെ പോലെ കമ്പാരിസൺ ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് ഹീറ്റഡ് സീറ്റുകളുണ്ട്, ഹീറ്റഡ് സ്റ്റിയറിംഗ് വീലുണ്ട്, കപ്പ് ഹോൾഡർ എന്ത് വേണമെങ്കിൽ വെക്കാം. അതായത് മൾട്ടിപ്പിൾ അഡ്ജസ്റ്റ്മെൻറ്റുള്ള കപ്പ് ഹോൾഡറാണ്. നമ്മൾ ടിഗ്വാനിൽ ഓൾ സ്പേസിൽ കണ്ട പോലെ, ഓൾ സ്പേസ് അല്ല 6 ലൈനിൽ കണ്ട പോലെ. ഇനി താഴെ നമുക്കൊരു ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റിനകത്ത്
ഒരു വലിയ ഒരു സ്പേസ് കാണാം, സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെയും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സ്ക്രീനിൻ്റെ താഴെയായിട്ട് 2 സോൺ എ സിയുടെയും വോളിയം കൺട്രോൾസിൻ്റെയും സ്ലൈഡേഴ്സ് കാണാം. ഓക്കെ, ഇത് 3 സോൺ എ സി ഉള്ള വണ്ടിയാണ്. പിന്നെ മെനുവിലേക്ക് പോയാൽ ടെലിഫോൺ, റേഡിയോ, മീഡിയ നാവിഗേഷൻ ഒക്കെ ഇൻബിൽഡ് നാവിഗേഷൻ ഉണ്ട്, ഡ്രൈവർ പ്രൊഫൈൽ ഉണ്ട്. ഈ വെഹിക്കിൾ സെറ്റിംഗ്സിൽ അഡാസിൻ്റെ സെറ്റിംഗ്സ് കാണാം. ഈ അഡാസിൻ്റെ സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ അഡാസ് ലെവൽ 2 സെറ്റിംഗ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കാര്യമായിട്ട് കണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോൾ നമ്മൾ ഓൺ ചെയ്യുമ്പോഴും അത് വീണ്ടും തിരിച്ച് ഓണാവുന്നില്ല. നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ലൈൻ കീപ്പ് അസിസ്റ്റ് ഓഫ് ചെയ്യണം ഫോർ എക്സാമ്പിൾ. പക്ഷേ വണ്ടി ഓഫാക്കി ഓണാക്കുമ്പോൾ അത് വീണ്ടും ഓണാവുന്നുണ്ട്. ഫ്രണ്ട് അസിസ്റ്റ്, എമർജൻസി ബ്രേക്കിംഗ്, സൈഡ് അസിസ്റ്റ്, 20ഓളം അഡാസ് ഫീച്ചേഴ്സിൻ്റെ ഈ വണ്ടിക്ക്. ഓക്കെ, പിന്നെ ഈ എ സിയുടെ കൺട്രോൾസിൻ്റെ എല്ലാ കാര്യങ്ങളും ഈ സ്ക്രീനിൻ്റെ ബോട്ടത്തിൽ ഫിക്സഡ് ആക്കി വെച്ചേക്കാം. അത് ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്, നമുക്കൊരു ബുദ്ധിമുട്ടില്ല. കൂടാതെ ഇവിടെ കൊടുത്ത ഈ മെനുവിനും അല്ലെങ്കിൽ സ്ക്രീനിലെ ആ UIക്കും റെഡിൻ്റെ അതിപ്രസരമുണ്ട്. ബിക്കോസ് ഇത് GTA അല്ലേ. ക്ലസ്റ്ററിലെ മികച്ച കാര്യമായിട്ട് ഞാൻ കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ 3-4 വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ക്ലസ്റ്ററിൻ്റെ ഡിസ്പ്ലേസ് ആണ്. അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് നടുവിൽ ടാക്കോമീറ്ററും GTA എന്നുള്ള ലെറ്ററുള്ള ആ ഒരു ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ വശങ്ങളിൽ കാണുന്ന ഇൻഫർമേഷനകത്തൂടെ കൈ ഓടിച്ചാൽ നമുക്ക് അവിടെ ടെമ്പറേച്ചർ ഡിസ്പ്ലേ കാണാം. ഈ ടെമ്പറേച്ചർ ഡിസ്പ്ലേ, ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഗിയർ ബോക്സിൻ്റെ ഓയിലിൻ്റെ കൂളൻ്റെ, അത് ആദ്യം കൊടുത്തിരുന്നത് ഗിയർ ബോക്സിൻ്റെയാണ്, അത് കൗതുകം ഉണ്ടാകുന്നുണ്ട്. കൂടാതെ ടെയിൽ വെച്ച് കാണാം, ഡിസ്റ്റൻസ് എംറ്റി കാണാം. അപ്പുറത്ത് നമുക്ക് ഡിസ്പ്ലേയിൽ ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുക്കാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ കാണിക്കാമെന്നുള്ളതാണ്. ഓക്കെ, ഒരു വിർച്വൽ കോക്പിറ്റിൻ്റെ രൂപത്തിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കൂടാതെ ലെഗ് റൂം കൊള്ളാം, ഹെഡ് റൂം കൊള്ളാം, അത്യാവശ്യം നല്ല തൈ സപ്പോർട്ടുള്ള ഒരു സീറ്റ് കൂടെയാണ്. ഇതിൻ്റെ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിലും ഇതിനകത്ത് ഫങ്ഷനാണ് കൂടുതൽ, ഫോം അല്ല. അതുകൊണ്ട് ഒന്നും പരാതിയല്ല. ഈ വണ്ടിയുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസിന് ഇതൊന്നും വേണ്ട, ഫണ്ണ് മതി, ഓടിക്കാനുള്ള രസം മതി, ഫീച്ചേഴ്സിനേക്കാൾ കൂടുതൽ അവരതാണ് ആഗ്രഹിക്കുന്നത്. സ്കാൽ പേപ്പർ പ്ലെയ്ഡ് ഫാബ്രിക് എന്നാണ് ഒരു സീറ്റിൻ്റെ ഫാബ്രിക്കിനെ വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഗോൾഫ് GTയുടെ കീ എലഗൻ്റ് ആണ്, പക്ഷെ ഒരു പ്രോപ്പർ കീലെസ് എൻട്രി അല്ല എന്നതൊരു കുറവ് തന്നെയാണ്. നമ്മൾ ലോക്ക് തുറന്നു വേണം കയറാനായിട്ട്. അതുപോലെ ഗ്ലോ ബോക്സിൽ അത്യാവശ്യത്തിന് മാത്രമേ സ്ഥലമുള്ളൂ. ഗോൾഫ് GTയുടെ പിൻസീറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം ഇതൊരു ഡ്രൈവേഴ്സ് കാറാണ്. പക്ഷേ നമ്മൾ ഈ വണ്ടി വാങ്ങുന്നത് ഫാമിലിക്ക് കൂടി വേണ്ടിയാണെന്ന് അവരെ ബോധിപ്പിക്കാൻ നമുക്ക് ഈ ബാക്ക് സീറ്റിനെ കുറിച്ച് പറഞ്ഞാൽ മതി. കാരണം ഇതിൻ്റെ ബാക്ക് സീറ്റ് മികച്ചൊരു ബാക്ക് സീറ്റാണ്, 4 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. ഹോളോയുടെ ഹമ്പ് ഈ ഒരു ഗോൾഫിലുണ്ട്. ഓക്കെ, പക്ഷേ ചെറിയ ക്ലെവറായിട്ടുള്ള കാര്യങ്ങൾ കാണാം. ഫോർ എക്സാമ്പിൾ മൊബൈൽ ഹോൾഡർ, വലിയ ബോട്ടിൽ ഹോൾഡർ, ആംറസ്റ്റ്, കപ്പ് ഹോൾഡർ, ഡ്യുവൽ സോൺ AC, ഫ്രണ്ടിൽ 1 സോൺ പിന്നിൽ 3 സോൺ AC, സീറ്റിന് താഴെയുള്ള AC വെൻ്റുകൾ കൗതുകമാണ്. പിന്നെ അത്യാവശ്യം ഒരു ഹെഡ് റൂം ഉണ്ട്, അത്യാവശ്യം ഒരു ലെഗ് റൂം ഉണ്ട്, തൈ സപ്പോർട്ട് മാത്രമേ കുറവുള്ളൂ. ഈ വണ്ടിക്കകത്ത് പിൻ സീറ്റിൽ കയറി ഇരിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നത് സത്യമാണ്. എന്നിരുന്നാൽ കൂടി കയറി ഇരുന്ന് കഴിയുമ്പോൾ കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ഡ്രൈവർ കുറച്ച് ധൈര്യമില്ലാത്ത ഓടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ സീറ്റിൻ്റെ ബോൾസിന് നല്ലതാണ്, നമ്മളെ പിടിച്ചിരുത്താൻ ഈ സീറ്റിന് കഴിയുന്നുണ്ട്. ഈ സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റ് ഫിക്സഡ് ആയതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊന്നും കാണാൻ പറ്റില്ല, ഒരു ഇത്തിരി ക്ലസ്റ്റർഫോബിയ ഫീൽ ചെയ്യും. തിരിഞ്ഞു നോക്കാനുള്ള സമയം കിട്ടൂല ഡ്രൈവർ അഗ്രസീവ് ആണെങ്കിൽ. അതല്ല, ഡ്രൈവർ കനിവുള്ളവരാണെങ്കിൽ നമുക്ക് തിരിഞ്ഞു നോക്കാം കേട്ടോ. എന്തായാലും ഹെഡ് റൂമുള്ള, ലെഗ് റൂമുള്ള, കംഫർട്ടായിട്ടിരിക്കാവുന്ന ഒരു വണ്ടി. ഇപ്പോൾ ഭാര്യയാണെങ്കിലും വീട്ടുകാരാണെങ്കിലും കൺവിൻസ് ചെയ്യാൻ നമുക്കൊരു ഗോൾഫ് GT വാങ്ങാലോ എന്ന് കൺവിൻസ് ചെയ്യാൻ ഈ സീറ്റ് സഹായിക്കുമെന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഗോൾഫ് GT ഓടിക്കുകയാണ്, ഒന്ന് കാലെടുത്തിട്ട് സംസാരിക്കാം. ഓക്കെ, എക്സൈറ്റിംഗ് ആണ്. ശരി, നമുക്ക് ആദ്യം ഈ വണ്ടി ആരുടെയെന്നും ഇതെന്താ മേടിച്ചെന്നുള്ളതും എന്തുകൊണ്ട് മേടിച്ചെന്നുള്ളതും പറയാം. അതിനുശേഷം വിശദമായിട്ട് വണ്ടിയെ കുറിച്ച് പറയാം. പരിചയപ്പെടുത്തു ബ്രോ. എൻ്റെ പേര് കൃഷ്ണകാന്ത്. ഓക്കെ, വെറും കൃഷ്ണകാന്ത് അല്ല, ലക്ഷ്മി തിയേറ്ററിന്റെ ഉടമയായിട്ടുള്ള കൃഷ്ണകാന്താണ്. ഓക്കെ, ലക്ഷ്മി തിയേറ്റർ കൊടുങ്ങല്ലൂരാണ്. അവിടെയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരമായി. ബ്രോ എന്ത് ചെയ്യുന്നു? ഞാൻ ബിസിനസ്സാണ്. ഓക്കെ, ഞങ്ങൾക്ക് തിയേറ്ററുകളുണ്ട്. ഓക്കെ, കൊടുങ്ങല്ലൂർ കാളിശ്ശേരിയും ലക്ഷ്മിയും. പിന്നെ മെയിൻ ബിസിനസ് ജ്വല്ലറിയാണ്. ഓക്കെ, എൻ്റെ ഗ്രാൻഡ് ഫാദറായിട്ട് തുടങ്ങിയിട്ടുള്ളത് ജ്വല്ലറിയാണ്. ഒരു 1969. ഓക്കെ, ഇനി ഗോൾഫിലേക്ക് വരട്ടെ. ആദ്യം ചോദിക്കുന്ന കാര്യം, ഗോൾഫിന് എന്ത് വിലയായി ഓൺ റോഡ് എന്നുള്ളതാണ്. CB ആണല്ലോ ഓൺ റോഡ് 67 അടുത്ത്. ഓക്കെ, 67 ലക്ഷം രൂപയ്ക്ക് ഒരു ഹാച്ച് ബാക്ക് വാങ്ങാൻ എന്താണ് കാരണം? ആക്ച്വലി പറയുമ്പോൾ എന്താ, ഈ വണ്ടി എല്ലാവരുടെയും ഡ്രീമാണ്. ഓക്കെ, പിന്നെ എന്താ, എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് പുറത്ത് ഈ സാധനം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അന്നേ തൊട്ടിട്ട് ഇതെങ്ങാനും ഇന്ത്യയിൽ വരുമ്പോ എനിക്ക് ഒരെണ്ണം വേണം എന്ന് തോന്നിയിട്ടുണ്ടായി. ശരി, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ചെറുതാണ്. 150 വണ്ടിയിൽ ആദ്യത്തെ വണ്ടികളിൽ ഒന്നാണല്ലോ ഇത്. അതെ. ആ വണ്ടി കിട്ടാനായിട്ട് എത്ര കാലം കാത്തിരുന്നു? അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്തായിരുന്നു? അതുപോലെ ബുക്കിംഗ് 3 മാസം മുമ്പായിരുന്നു. പക്ഷെ ഞാൻ വോക്സ്വാഗണിൽ ഒരു 6 മാസം മുമ്പേ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, വണ്ടി വരുമ്പോൾ ഫസ്റ്റ് ബുക്കിംഗ് എനിക്ക് തന്നെ വേണം. അത് ശരി.
അവർ തന്നു. ഫസ്റ്റ് വണ്ടി കൊണ്ടുവന്നിട്ട് ഫസ്റ്റ് വണ്ടിയാണ് അല്ലേ? ഓ, ഡെലിവറി ഒക്കെ ശരിക്കും ഗ്രാൻഡ് ആയിരുന്നു? അതെ അതെ അതെ. ഓ, അടിപൊളി. എനിക്ക് തൃശ്ശൂരിൽ നിന്നാണ് ഡെലിവറി കിട്ടിയത്. പക്ഷേ എന്താ കൊടുങ്ങല്ലൂർ വണ്ടി കൊടുങ്ങല്ലൂരിൽ നിന്നാണ് ബുക്കിംഗ് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊടുങ്ങല്ലൂരിൽ നിന്ന് തന്നെ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചു നമുക്ക് വണ്ടിയിലേക്ക് പോവാം. ഇതല്ലാണ്ട് വേറെ ഏത് വണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? X7 ഉണ്ട്, ഓക്കെ, പിന്നെ ഒരു കൂപ്പർ S ഉണ്ട്, ഓക്കെ, പിന്നെ ചെറിയ വണ്ടികളായിട്ട് കിയ സെൽറ്റോസ്, മനസ്സിലായി, പിന്നെ ഹൈക്രോസ് ഒരു 2 വണ്ടിയുണ്ട്. ഓക്കെ. അപ്പോൾ പോളോ GTI വന്നപ്പോൾ, പോളോ ഉള്ള ആളാണ്, പോളോ GT DSI ഉള്ള ആളാണ് 1.2. പോളോ GTI വന്നപ്പോൾ ആ സമയത്ത് നമ്മൾ കാത്തിരുന്നു ഗോൾഫ് വരുമെന്ന് കേട്ടിരുന്നു. പിന്നീട് പോളോ GTI വീണ്ടും വരുന്നു കേട്ടു. പക്ഷേ ഗോൾഫാണ് വന്നത്. ഇത് 151 ഞാൻ ആദ്യം പറഞ്ഞ പോലെ. അപ്പോൾ ബ്രോ താങ്ക്സ്. അതായത് ഈ വണ്ടി അന്ന് ഡ്രൈവിന് പോകാൻ പറ്റാത്തതുകൊണ്ട് എനിക്കിത് ഓടിക്കാൻ ചാൻസ് കിട്ടുമോ എന്ന് ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ചില ആളുകൾ പറയില്ലേ, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ലോകം മുഴുവൻ കൂടെ നിൽക്കുന്നത്. ലോകം മുഴുവൻ കൂടെ നിന്നില്ലെങ്കിലും സുഹൃത്തുക്കൾ ചില ആൾക്കാർ കൂടെ നിൽക്കും. സെന്തിലാണ് പുള്ളി എനിക്ക് പരിചയപ്പെടുത്തിയത്. ഓക്കെ, അപ്പോൾ സ്പോർട്സ് മോഡാണ്. ഒന്ന് കാലം കൊടുക്കണേ. 0 to 100 5.9 സെക്കൻഡ്സാ. സർപ്രൈസിംഗ്ലി ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഹോട്ട് ഹാച്ച് എന്ന് വിളിക്കാവുന്ന മിനി കൂപ്പറുമായിട്ട് ചെറിയ കമ്പാരിസൺ പറഞ്ഞാൽ ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എക്സെപ്ഷണലാണ്. 225/40 R18 18 വീല. പക്ഷേ തീർത്തും നല്ല റൈഡുള്ള ഒരു ഹോട്ട് ഹാച്ചാണ്, ഒരു പോക്കറ്റ് റോക്കറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ ടു വെയിറ്റ് റേഷ്യോയും ടോർക്ക് ടു വെയിറ്റ് റേഷ്യോയും ഭീകരമാണ് ഈ വണ്ടിയുടെ. അതുകൊണ്ട് തന്നെ തീർത്തും രസമുണ്ട് ഓടിക്കാണ്ട്. ഇപ്പോൾ ഡൈനാമിക് ചേസിസ് കൺട്രോൾസ് പോലുള്ള കാര്യങ്ങളില്ല എന്നൊക്കെ വേണമെങ്കിൽ ഒരു പരാതിയൊക്കെയായിട്ട് പറഞ്ഞ ആൾക്കാർ നമ്മൾ കണ്ടു. പക്ഷേ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആണ്. ഇതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് ഫൺ എന്ന് പറയുന്നത് തീർത്തും നൈസാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതിലിരിക്കുമ്പോഴേ തീർത്തും നല്ലൊരു ഫാമിലി കാർ ഇരിക്കുന്ന ഫീലുണ്ട്. നമ്മൾ ത്രോട്ടിൽ കൊടുക്കുന്ന വരുന്നൊരു സാധാ കാറാണ്. പക്ഷേ ത്രോട്ടിൽ കൊടുത്താൽ ഇതൊരു ഹോട്ട് ഹാച്ചായിട്ട് മാറുന്ന നമുക്ക് തീർത്തും ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നതാണ്. ഫാമിലി കാർ എന്ന നിലയ്ക്ക് കൂടി കാണാവുന്ന വണ്ടിയാണോ ഈ ഗോൾഫ് GTI എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം മുമ്പ് കണ്ട വീഡിയോസൊക്കെ തന്നെ ട്രാക്കിൽ ഡ്രൈവിംഗ് ആണ്, ടോപ്പ് സ്പീഡ് എത്തിക്കലും അല്ലെങ്കിൽ എന്താ പറയുക 0 to 100 ടെസ്റ്റിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു റൈഡ് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാനോ ഒരു റോട്ടിലൂടെ ഓടിക്കാനോ ആർക്കും അങ്ങനെ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നത്, വാങ്ങിയ ആളുകൾക്കല്ലാണ്ട്. അപ്പോൾ ആദ്യമേ പറയട്ടെ, ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു ഹോട്ട് ഹാച്ച് എന്ന നിലയ്ക്ക് എക്സെപ്ഷണലാണ്. ഹാൻഡ്ലിങ്ങും റൈഡ് ക്വാളിറ്റിയും അല്ലെങ്കിൽ എന്താ പറയുക റൈഡ് ക്വാളിറ്റിയും വണ്ടിയുടെ കമ്പോസറൊക്കെ പക്കയായിട്ട് വരിക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഗോൾഫിൽ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. അതെനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിട്ട് വണ്ടിയുടെ കാര്യമായിട്ട് പറയാം, അപ്പാർട്ട് ഫ്രം ദ പവർ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് തീർത്തും നല്ലതാണ്. അത് ടിൽറ്റും റീച്ചും അഡ്ജസ്റ്റ് ചെയ്യാവുന്നിട്ട് നമുക്ക് അടുത്തേക്ക് വെച്ചിരിക്കാൻ പറ്റും. പടം കാല് കൊടുക്കുമ്പോൾ ആ ഇലക്ട്രോണിക് ഡിഫ് ലോക്കൊക്കെ ഉള്ള വണ്ടിയാണ്, ലോഞ്ച് കൺട്രോളുള്ള വണ്ടിയാണ്. അതൊന്നും നമ്മളിവിടെ വീണ്ടും യൂസ് ചെയ്ത് പറയേണ്ട കാര്യമില്ല. നിങ്ങൾ 1000 വീഡിയോസ് അതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവും. ഇത് ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി. ഒരു ഡ്രൈവർ എന്ന നിലയ്ക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ ഒരു ഫാമിലി ആയിട്ട് പോകുമ്പോൾ എങ്ങനെയാണ്, 2 കാര്യങ്ങളും ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അതായത് ഗോൾഫ് ഒരു ഫാമിലിക്ക് മേടിക്കാവുന്ന ഒരു വണ്ടിയാണെന്നുള്ളത് നിസ്സംശയം പറയാവുന്ന ഒരു കാര്യമാണ്. അതെനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ക്രീൻ അല്ലെങ്കിൽ ഈ ക്ലസ്റ്ററിലെ ഡിസൈൻ അല്ലെങ്കിൽ പാട്ട് കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും ഡ്രൈവേഴ്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിക്ക് വേണമെന്ന് ചോദിച്ചാൽ എനിക്കതിൽ വലിയ അഭിപ്രായമൊന്നുമില്ല. കാരണം ഞാൻ എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു മാനുവൽ കാർ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഓക്കെ, ഗിയർ ബോക്സ് അല്ല പറയുന്നത്. ഇപ്പോൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റ് എന്ന് പറയുന്നത് മാനുവലാണ്. ഓക്കെ, എനിക്ക് കുഴപ്പമില്ല. ലംബർ സപ്പോർട്ട് മാനുവലാണ്, എനിക്ക് കുഴപ്പമില്ല. അതുപോലെ എല്ലാ കാര്യങ്ങളും മാനുവലായാൽ മതി എന്നുള്ളൊരു കാര്യമുണ്ട്. ഇതിൻ്റെ എഞ്ചിനും അല്ലെങ്കിൽ ഗിയർ ബോക്സും ആണ് എക്സൈറ്റിങ്. അതാണ് ഒരു വണ്ടിക്ക് വേണ്ടത്. ആ കാര്യത്തിൽ ശരിക്കും ഗോൾഫ് GTI സോർട്ടഡാണ്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടു, ഓടിച്ചിട്ട് നല്ല രസമുണ്ട്. ഞാൻ ഹാൻഡ്ലിങ്ങിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞാണ്. റൈഡ് ക്വാളിറ്റി എങ്ങനെയാണെന്നാണ് ശരിക്കും അറിയേണ്ടിരുന്നത്. അത് തീർത്തും നല്ലതാണ്. ഫോർ എ ഹോട്ട് ഹാച്ച്, ഫോർ എ പോക്കറ്റ് റോക്കറ്റ് ഇതിനൊരു നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ CBU ആണ്, ഇത്രയും വില കൊടുത്ത് വാങ്ങേണ്ടതുണ്ടോ? ആ കാശിൻ്റെ ഒരു പോഷ ബോക്സർ യൂസ്ഡ് വാങ്ങിയാൽ പോരെ? അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരോട് എന്താ പറയുള്ളത്? എന്താ, പോഷെ ആർക്കും വാങ്ങാം. ഓക്കെ, പക്ഷേ ഒരു 150 കാറിൽ ഒരെണ്ണം കിട്ടാൻ കുറച്ച് കഷ്ടപ്പാടാണ്. അതാണ് അതിൻ്റെ കാര്യം. 5 ഡെക്കേഡായിട്ടുള്ളൊരു വണ്ടിയുടെ ഒരു സ്പെഷ്യൽ മോഡൽ തന്ന് നമുക്ക് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ നമ്മളത് മേടിച്ചു, നമ്മളത് കൊണ്ടുവരുന്നു, അതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അല്ലേ? അതെ അതെ. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തതായിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.